മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്റർ യാത്ര എന്ത് ഡീലിന്റെ ഭാഗമാണെന്ന സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ പേര് വെളിപ്പെടുത്താനാകാത്ത നിക്ഷേപകനെ കാണാനാണ് ഹെലികോപ്റ്ററിൽ പോയതെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. എന്നാൽ ഔദ്യോഗിക വാഹനങ്ങളുടെ റൂട്ട് പരിശോധിച്ചാലും മുഖ്യമന്ത്രി ഒരു വിഐപിയെയും കണ്ടിട്ടില്ലെന്ന് വ്യക്തമാകുമെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. പ്രതികരണത്തിലേക്ക്. മഴക്കെടുതിയിൽ സർവ്വതും നഷ്ടപ്പെട്ട മനുഷ്യരെക്കാൾ തനിക്ക് പ്രധാനപ്പെട്ടത് വിരുന്നും ജ്വല്ലറി ഉദ്ഘാടനവുമാണ് എന്ന രീതി ആവർത്തിച്ച് ഇന്നലെ പത്രസമ്മേളനത്തിൽ തന്നെ വ്യക്തമാക്കുന്ന സ്ഥിതി നമ്മൾ കണ്ടു. ദുരന്ത ഭൂമിയിൽ സകലവും നഷ്ടപ്പെട്ട മനുഷ്യരെ പരിഹസിക്കുന്നതിന് തുല്യമായ നിലപാടാണ് അദ്ദേഹം ഇന്നലെ സ്വീകരിച്ചത്. ഒരിക്കൽ പോയിട്ട് ഇറങ്ങാൻ പറ്റാതെ തിരിച്ചു വന്ന് രണ്ടാമത് വീണ്ടും പോയിട്ടാണ് ഭാര്യാപിതാവിനെ കണ്ടത് എന്നാണ് പറയുന്നത്. അപ്പോഴാണ് പേര് വെളിപ്പെടുത്താനാവാത്ത ഏതോ നിക്ഷേപകനെ കാണാൻ ആണ് ഞാൻ പറന്നുപോയത് എന്ന് വിശദീകരിച്ചത്. ഒരു കളവെങ്കിലും പറയാതെ ഒരു സമാധാനം കിട്ടാത്ത ഒരു മുഖ്യമന്ത്രിയാണ് കേരളത്തിലുള്ളത്. ഏതായി ഇത്ര വലിയ VIP നിക്ഷേപകൻ? പേര് പറഞ്ഞാൽ നിക്ഷേപിക്കാനുള്ള സാധ്യത കുറഞ്ഞു പോകുമെന്നുള്ളതുകൊണ്ട് പറയുന്നില്ല എന്നാണ് പറയുന്നത്. വേറൊരു കളവ്. ഇങ്ങനെ ഓരോരോ കളവ് പറഞ്ഞ് യഥാർത്ഥത്തിൽ ശരിയായ വസ്തുതയിൽ നിന്ന് മറച്ച് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിവരങ്ങളുമായി നിർഭൻ ചക്രവർത്തി കൂടി ചേരുന്നു. നിർഭൻ, ഈ മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്റർ യാത്രയിൽ ഈ വിചിത്ര വിശദീകരണത്തിൽ ചോദ്യങ്ങൾ ഏറെയാണ്. ഇപ്പോൾ വിമർശനവുമായി ഗോവിന്ദൻ മാസ്റ്റർ രംഗത്തെത്തിയിരിക്കുകയാണ്. ഈ മുഖ്യമന്ത്രി ഒരു വിഐപിയും കണ്ടിട്ടില്ലെന്ന ഈ വിമാനങ്ങളുടെ റൂട്ട് പരിശോധിച്ചാൽ തന്നെ മനസ്സിലാകുമെന്നൊരു ആരോപണം അടക്കം ഉന്നയിക്കുകയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? മുഖ്യമന്ത്രി വി.ഡി. സതീശൻ കഴിഞ്ഞ ദിവസമാണ് ഈ പറയുന്ന സ്വകാര്യ സന്ദർശനത്തിന് വേണ്ടി സർക്കാർ ഹെലികോപ്റ്റർ ഉപയോഗിച്ചത്. അത് സംബന്ധിച്ച് വലിയ വിവാദമായിരുന്നു. അതിൽ മുഖ്യമന്ത്രി നൽകിയ വിശദീകരണമാണ് കൂടുതൽ വിവാദത്തിലേക്ക് പോയത്. അത് പൂർണ്ണമായി കളവാണ് എന്ന തരത്തിലുള്ള ആരോപണം തന്നെയാണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ അല്പം മുമ്പ് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. അദ്ദേഹം ഇത് നടത്തിയത് ഔദ്യോഗിക യാത്ര ആണ് എന്നും ഒരു നിക്ഷേപകനെ കാണാനാണ് പോയത് എന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ കഴിഞ്ഞ ദിവസത്തെ മറുപടി. അതിനാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ ചോദിച്ചത്. പേര് വെളിപ്പെടുത്താനാകാത്ത നിക്ഷേപകനെ കാണാനാണ് ഹെലികോപ്റ്ററിൽ പോയതെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. ഒരു കളവ് പോലും പറയാതെ സമാധാനം കിട്ടാത്ത ആളായി മുഖ്യമന്ത്രി മാറി. മുഖ്യമന്ത്രി ഭാര്യാപിതാവിനെ കാണാൻ ഹെലികോപ്റ്ററിൽ ദുരുപയോഗം ചെയ്തത് എന്ന റിപ്പോർട്ട് പുറത്തു വന്നത് മാതൃഭൂമി ദിനപത്രമാണ് അങ്ങനെ ഒരു വാർത്ത ആദ്യം പുറത്തു കൊണ്ടുവരുന്നത്. ദേശാഭിമാനിയോ കൈരളിയോ അല്ല. ഒരു വട്ടം പോയി ഇറങ്ങാൻ കഴിയാത്തത് കൊണ്ട് പിന്നെയും പറന്നു എന്നതാണ് വസ്തുത. പേര് പറയാനടുത്ത ഒരു നിക്ഷേപകനാണ് എങ്കിൽ എന്തുകൊണ്ടാണ് ഏതാണ് ആ നിക്ഷേപകൻ എന്ന കാര്യം മുഖ്യമന്ത്രി വ്യക്തമാക്കാത്തത് എന്താണ്? പുറത്ത് പറയാത്ത എന്ത് ഡീലാണ് ഈ ഡീലിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഹെലികോപ്റ്ററിൽ പോയത്? ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തപ്പോൾ ഇല്ലാ കഥകൾ ഇറക്കിയവരാണ് ഇപ്പോൾ പുതിയ കഥകളുമായി വരുന്നത് എന്ന വിമർശനവും എം വി ഗോവിന്ദൻ മാസ്റ്റർ ഉന്നയിച്ചു. കാരണം ഈ പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ സർക്കാർ പൂർണ്ണമായ പരാജയമാകുന്നു. ഇക്കാര്യത്തിൽ ഏകോപനം നടക്കുന്നില്ല. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ പോലും അവശ്യ സേവനങ്ങൾ ലഭിക്കുന്നില്ല. പലയിടത്തും ക്യാമ്പുകളിൽ പരാതി ഉയരുന്നു. അപ്പോൾ ഈ ക്യാമ്പിൽ കഴിയുന്നവരെ പരിഹസിക്കുന്ന സമീപനമാണ് മുഖ്യമന്ത്രിയുടെ പെരുമാറ്റത്തിൽ നിന്ന് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങളിൽ വ്യക്തത വരുത്തേണ്ട ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കാണ്. മുഖ്യമന്ത്രി നടത്തിയത് സ്വന്തം ഭാര്യാപിതാവിനെ അമ്മാവനെ കാണാനുള്ള യാത്ര തന്നെയാണ്. അത് മറച്ചു വെക്കുന്നതിന് വേണ്ടി വിവാദമായപ്പോൾ പുതിയ നുണകളാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്നാണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ അല്പം മുമ്പ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. നിർഭൻ ചക്രവർത്തിയാണ് വിവരങ്ങളുമായി ചേർന്നത്.